അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. അതും തൽക്കീനിൻ്റെ വിധിയും സുന്നത്താണ്. അപ്പോൾ തൽക്കീനിൻ്റെ ഹുക്കം എന്താണെന്ന് ചോദിച്ചാൽ സുന്നത്താണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അത് ആരാണ് ചെയ്യേണ്ടത്, ആരാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്? ബാലിഗുൻ ആക്കിലുൻ, ആക്കിലായ ബാലിഗ്, ബുദ്ധിമാനായ പ്രായപൂർത്തിയെത്തിയ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ ദിക്ർ ചൊല്ലിക്കൊടുക്കാൻ പറ്റും, സുന്നത്താണ്. അതുപോലെ തന്നെ നേരത്തെ ബാലിഗും ആക്കിലുമായിരുന്നു, പിന്നീട് ഭ്രാന്തനായി മാറി, അങ്ങനത്തെ വ്യക്തിക്ക് എന്ത് ചെയ്യാം, തൽക്കീന് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. അതിന് തെളിവ് ഹദീസാണ്. അതുപോലെ തൽക്കീൻ 3 തവണ ആവർത്തിച്ച് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. 3 തവണ ആവർത്തിച്ച് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ തൽക്കീൻ 3 തവണ ആവർത്തിക്കുക എന്നുള്ളതിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ സുന്നത്ത് എന്നാണ് എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇത്ര മാത്രമാണ് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. തൽക്കീന് മാ ഹുക്കുമുഹു, തൽക്കീനിൻ്റെ വിധി എന്താണെന്നുള്ളതാണ് നമുക്കറിയാം. തൽക്കീനിൻ്റെ വിധി എന്താ? സുന്നത്ത്. അതുപോലെ തന്നെ തസ്ബീത്തിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്കറിയാം, സുന്നത്താണ്. ഓക്കെ, മൂന്നാമത്തത് ഹൽ യുസന്നു തൽക്കീനു സുബിയിൻ, ഒരു ആൺകുട്ടി തൽക്കീൻ ചെയ്താൽ, ചൊല്ലിക്കൊടുത്താൽ സുന്നത്ത് കിട്ടുമോ എന്നുള്ളതാണ്, സുന്നത്തിൻ്റെ കൂലി ലഭിക്കുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ലാ യുസന്നു, സുന്നത്തില്ല, കിട്ടുകയില്ല എന്നുള്ളതാണ്. സുന്നത്തിൻ്റെ കൂലി കിട്ടൂല. കാരണം നമ്മൾ പറഞ്ഞു ബാലിഗും ആക്കിലുമായിരിക്കണം, ബുദ്ധിമാനും അതുപോലെ തന്നെ പ്രായപൂർത്തിയും എത്തിയിരിക്കണം, ഇത് നമ്മൾ പറഞ്ഞു. അതുപോലെ നാലാമത്തെ ചോദ്യം വഖ്തു തസ്ബീത്തി, തസ്ബീത്തിൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. മത, എപ്പോൾ എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ വരിയിൽ അതാ ബഅദ ദഫ്നിൽ മയ്യിത്തി, മയ്യിത്തിനെ മറവ് ചെയ്തതിൻ്റെ ശേഷമാണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തത് തൽക്കീൻ 3 തവണ ആവർത്തിക്കുന്നതിൻ്റെ വിധി എന്താണ്? മുകളിൽ നമ്മൾ സൂചിപ്പിച്ചു, അതിൻ്റെ വിധി എന്താ? സുന്നത്താണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇത്ര മാത്രമാണ് ഈ പാഠഭാഗത്തിൽ പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് ഒരു ഹദീസ് പറയുന്നുണ്ട്, ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്തി വഖഫ അലൈഹി എന്ന ഹദീസും ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇത്ര മാത്രമാണ് ഈ പാഠഭാഗത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു പാഠഭാഗവുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.